ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതെല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ ഓഫീസിൽ നിന്നൊരു വൺ ഡേ ട്രിപ്പ്, ഒരു ചെറിയ ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ തിരക്കും അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതുപോലെ മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്, അതിൻ്റെ തിരക്കുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വേനൽ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസത്തിന് വേണ്ടിയാണ് ഊട്ടി തിരഞ്ഞെടുത്തത്. കാരണം വൺ ഡേ ട്രിപ്പ് ആകുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നത് ഊട്ടിയാണ്. പിന്നെ ഈ ചൂടിൽ പോവാൻ നല്ലതും ഊട്ടിയല്ലേ. അങ്ങനെയാണ് ഊട്ടിയിലേക്ക് പോവാൻ തീരുമാനിച്ചത്. അപ്പം നമുക്ക് ഊട്ടി യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. രാവിലെ 3:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോയത്. എൻ്റെ സ്കൂട്ടിയിലാണ് ഞാൻ പോയത്. രാത്രി ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ധൈര്യത്തിൽ ഞാൻ അങ്ങനെ പോയി. ഓഫീസിലെത്തിയപ്പോൾ അവിടെ ആരും എത്തിയിട്ടില്ല. അപ്പോഴും എനിക്ക് അവിടെ നിൽക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് റോഡ് സൈഡിലോട്ട് വന്ന് നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഓഫീസിൻ്റെ ഭാഗത്തേക്ക് ഭയങ്കര ഇരുട്ടാണ്. അതിൽ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് ഓഫീസ്. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഓഫീസിലെ 2-3 പേരെല്ലാം വന്നു. 4 മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ 4 മണി ആകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആരും എത്താത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ചെറിയൊരു പേടിയായതുകൊണ്ടാണ് താഴത്തേക്ക് ഞാൻ ഇറങ്ങി പോകുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഓഫീസിലെ ബാക്കി സ്റ്റാഫ്സ് എല്ലാം വന്നു. അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മീന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോവാനുള്ള ബസ്സും വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് പേര്, ഓഫീസിൻ്റെ അവിടുന്ന് കുറച്ച് പേരൊക്കെയാണ് ബസ്സിൽ കയറിയത്. പിന്നെ 4-5 പേര് വഴിയിൽ നിന്നാണ് കയറിയത്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുന്നേയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ നാടുകാണി ചുരം വഴിയാണ് കേട്ടോ ഊട്ടിയിലേക്ക് പോകുന്നത്. വഴിയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. വഴിയരികിൽ വെച്ചാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഊട്ടിയിലെത്തിയതിന് ശേഷം നമ്മൾ ആദ്യം പോയത് പൈൻ ഫോറസ്റ്റിലാണ്. നമ്മൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അതിലൂടെ കുറച്ച് നടന്ന്, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പില്ല, വേനൽക്കാലം ആയതുകൊണ്ട് എന്നാൽ ചൂടുമില്ല, അങ്ങനൊരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൂടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ നമ്മളിതാ ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാവരും നിന്ന് കൈ പിടിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇരിക്കാനൊന്നും സൗകര്യമില്ലാത്തത് കൊണ്ട്. അതിനുശേഷം നമ്മൾ ഗാർഡനിലേക്കാണ് പോയത്. ഗാർഡനിലെത്തി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇത്തവണ ഊട്ടി പോയപ്പോൾ നമ്മൾ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഊട്ടിയിൽ ഒരുപാട് തവണ പോയതാണ്. ഇത്തവണ നമ്മൾ പോയപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലാണ് നമ്മൾ പോയത്. വേറെ എവിടെയും ഈ ചൂടിൽ പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഊട്ടിയിൽ പോയത്. അപ്പോൾ അവിടെ ഗാർഡനിലും പൈൻ ഫോറസ്റ്റിലും എല്ലാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഗാർഡനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ഉഴുന്നുവടയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൊട്ടക്കുന്നിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. മൊട്ടക്കുന്നിപ്പോൾ വേനലായതുകൊണ്ട് അധികം പച്ചപ്പൊന്നുമില്ല. എന്നാലും ആ സമയമായപ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു.
അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ തണുപ്പ് അപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ പോയി കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് തിരിച്ചു പോരുകയും ചെയ്തു.